പ്രിയമുള്ളവരെ, 3 into 30 സെക്കൻഡ്സിലേക്ക് സ്വാഗതം. 3 ലക്ഷ്യങ്ങൾ, 3 ആശയങ്ങൾ, 3 ഭാഗങ്ങൾ. ഓരോ ഭാഗവും 90 സെക്കൻഡുകൾ മാത്രം. അതാണ് 3 into 30 സെക്കൻഡ്സ്. വായനയാണ് നമ്മെ പുത്തൻ ആശയങ്ങളിലേക്ക് എത്തിക്കുന്നതെങ്കിൽ ഞാൻ വായിച്ച പുസ്തകത്തിലെ ഇഷ്ടപ്പെട്ട 3 ആശയങ്ങൾ വെറും 90 സെക്കൻഡിൽ നിങ്ങളെ കേൾപ്പിച്ചു തരാനുള്ള ഒരു ശ്രമമാണിത്. ഈ ഉദ്യമത്തിന് പ്രധാനമായും 3 ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന്, വെറും 90 സെക്കൻഡ് കൊണ്ട് 3 ആശയങ്ങൾ നിങ്ങളെ കേൾപ്പിക്കുക. 2, നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുവാനും വായിക്കുവാനും നിങ്ങളെ പ്രേരിപ്പിക്കുക. 3, നിങ്ങളുടെയും എൻ്റെയും വായനാശീലം കുറ്റമറ്റതാക്കുക. ത്രീ ഇൻറ്റു 30 സെക്കൻഡ്സിൻ്റെ ഈ ആഴ്ചത്തെ 3 എപ്പിസോഡുകളിലായി നാം പരിചയപ്പെടുന്നത് പൗലോ കൊയ്ലോയുടെ ദ ആൽക്കെമിസ്റ്റ് എന്ന പുസ്തകമാണ്. 2000 ലക്ഷം കോപ്പികൾ വിറ്റഴിഞ്ഞ ദ ആൽക്കെമിസ്റ്റ് എന്ന ഈ പുസ്തകം 88 ഭാഷകളിൽ തർജിമ ചെയ്തിട്ടുണ്ട്. സ്പാനിഷ് പ്രാവിശ്യയായ അൻഡലൂസിയയിലെ ഒരു ആട്ടിടയൻ നിധി തേടി ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന മനോഹരമായ ഒരു നോവൽ. ഈ പുസ്തകത്തിൽ നമ്മെ ഓരോരുത്തരെയും പ്രചോദിപ്പിക്കുവാൻ പാകത്തിന് പൗലോ കൊയ്ലോ എഴുതിയ വരികളിൽ ചിലത് മാത്രമാണ് 3 into 30 സെക്കൻഡ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. When you want something, all the universe conspires in helping you to achieve it. നിങ്ങൾ എന്തെങ്കിലും നേടണമെന്ന് തീവ്രമായി ആഗ്രഹിച്ചാൽ ഈ പ്രപഞ്ചം തന്നെ നിങ്ങൾക്കൊപ്പം നിൽക്കും. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വ്യക്തവും തീവ്രവുമാണെങ്കിൽ സാഹചര്യങ്ങൾ പോലും പ്രപഞ്ചം സൃഷ്ടിച്ചു തരുമെന്ന് സാരം. ആദ്യം വേണ്ടത് തീവ്രമായ ആഗ്രഹമാണ്. നമ്പർ 2, what is the world's greatest lie? It's this. At a certain point in our lives, we lose control of what's happening to us, and our lives become controlled by fate. That's the world's greatest lie. നിങ്ങൾക്കറിയാമോ എന്താണ് ഈ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും വലിയ കളവെന്ന്? നമ്മൾ ചിലപ്പോൾ ചിലതൊക്കെ വിധിക്ക് വിട്ടുകൊടുക്കാറില്ലേ? നാം പറയാറുണ്ട്, ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്തത് ചിലതൊക്കെ സംഭവിക്കുമെന്നും അതിനെയെല്ലാം നാം ഒരു ഓമന പേരിട്ട് വിളിക്കും, വിധി എന്ന്. എന്നിട്ട് നാം ലോകത്തിലെ ഏറ്റവും വലിയ ആ കളവിൽ ചാരി രക്ഷപ്പെടാൻ ശ്രമിക്കും. അത് യഥാർത്ഥത്തിൽ രക്ഷപ്പെടലല്ല, നാം നമ്മോട് തന്നെ ഒരു വലിയ കളവ് പറയുകയാണ്. നമ്പർ 3, I have known a lot of people who, when their personal calling was within their grasp, went on to commit a series of stupid mistakes and never reached their goal when it was only a step away. ഇവിടെ പൗലോ കൊയ്ലോ തൻ്റെ ഒരു അനുഭവം പങ്കുവെക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും നാം ഓരോരുത്തരും പലതവണ ഇത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടാകും. കഷ്ടപ്പാടുകളുടെ ഒരു ഘോഷയാത്രകളിലൂടെ കടന്ന് കഠിനാധ്വാനത്തിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ വിട്ടുകൊടുക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടോ? വിജയത്തിനൊരു പടി അകലെ പിന്നോട്ടോടുന്നവർ ഒരല്പം ക്ഷമ കാട്ടിയിരുന്നെങ്കിൽ ഇന്ന് എന്തൊക്കെ നേടാമായിരുന്നു, എവിടൊക്കെ എത്താമായിരുന്നു. സാരമില്ല, അവസരങ്ങൾ ഇനിയുമുണ്ട്, നിങ്ങൾക്കും എനിക്കും. എനിക്കിഷ്ടപ്പെട്ട നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടേക്കാവുന്ന ഈ പുസ്തകത്തിലെ തന്നെ കൂടുതൽ ആശയങ്ങളുമായി വീണ്ടും ഞാൻ വരാം. അതുവരേക്കും വിടാ. നന്ദി.